രാവിലെ എണ്ണിട്ട് ഒരു കോഫിയെ കുറിച്ച് പുറത്തു പോയി പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കുക, ഇതായിരുന്നു കേട്ടോ എന്റെ ഉദ്ദേശം. പക്ഷെ ആ ഉദ്ദേശം നടന്നില്ല. എന്താണെന്നറിയാവോ, ഇവിടെ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബാൽക്കണി തുറന്നപ്പോഴത്തേക്കും ഞെട്ടി. രാവിലെ തന്നെ ഡിസപ്പോയിന്റ് ആയെങ്കിലും എന്നെ തളർത്താനാകില്ല മക്കളെ. പിന്നാമ്പറം ഇല്ലെങ്കിൽ എന്താ ഉമ്മറം. ഞാൻ അങ്ങനെ നേരെ ഉമ്മറത്തോട്ട് വെച്ചു. അങ്ങനെ ഉമ്മറത്ത് പോയി നിന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഉമ്മറം. ബൈ ദ വേ അങ്ങനെ ഒരു 5-10 മിനിറ്റ് അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞാൻ എന്റെ കോഫി ഇങ്ങനെ ഊതി ഊതി കുടിച്ച് നിന്നു കേട്ടോ. ശരിക്കും ഇത് ഭയങ്കര മെന്റൽ റിലാക്സേഷൻ തരുന്ന ഒരു സംഭവമാണ് കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ചെയ്തത് യോഗയാണ്. അതായത് സൂര്യ നമസ്കാരം കുറച്ച് നേരം ചെയ്തു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സൂര്യ നമസ്കാരത്തെ കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്റെ മൈൻഡ് ഭയങ്കര രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 എഗ് വൈറ്റും ഒരു ചപ്പാത്തിയും കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ റെഡി ആയിട്ട് നേരെ ജിമ്മിലോട്ട് വെച്ചു. ആദ്യം കുറച്ച് കാർഡിയോ ചെയ്തു. പിന്നെ ഞാൻ ലെഗ് ഡേ ആക്കി അങ്ങ് എടുത്തു കേട്ടോ. ജിമ്മിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറെ പരിപാടികളുണ്ട്. അപ്പൊ ജിമ്മിൽ ഒരു മണിക്കൂർ കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് സിറ്റി സെന്ററിലോട്ടാണ് കേട്ടോ. നേരെ പോയി അരവിന്ദ് പറയുന്ന ഷോപ്പിൽ നിന്ന് 2 ഉഴുന്നുവട ഞാൻ അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് മേടിക്കാനുണ്ട്. അങ്ങനെ ഞാൻ നേരെ പോയത് ഈ 2 പ്ലാന്റ് ഞാൻ അങ്ങോട്ട് തൂക്കിട്ടോ. അത് ഞാൻ പൗണ്ട്ലാൻഡിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ ഞാൻ നേരെ പോയത് മാർക്സ് ഫെസ്റ്റിലാണ്. അപ്പോഴാണ് ഞാൻ ഇവനെ മാറാത്ത ഒരു കുട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം അവന്റെ ഡാൻസ് ഒക്കെ ഞാൻ അവിടെ ആസ്വദിച്ചു. പിന്നെ നേരെ എംഎൻഎസിലോട്ട് കയറി. എനിക്ക് 10 പൗണ്ട് ഒരു ഗിഫ്റ്റ് കാർഡ് കയ്യിലിരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം എനിക്ക് മേടിക്കണമായിരുന്നു. കുറെ നാളായിട്ട് റിയൽ പ്ലാന്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഇന്ന് ഞാൻ അങ്ങനെ 2 റിയൽ പ്ലാന്റ് മേടിച്ചു. ടോട്ടൽ 19 പൗണ്ട് ആയി. പക്ഷെ 10 പൗണ്ടിന്റെ ഗിഫ്റ്റ് കാർഡ് ഉള്ളതുകൊണ്ട് 9 പൗണ്ട് അടച്ചുള്ളൂ. അങ്ങനെ വീട്ടിൽ വന്ന് ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് പുറത്തങ്ങോട്ട് വെച്ചു. ഞാനൊന്ന് മേടിച്ചാൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളത് ഈ ഒരു സാധനമാണ്. അങ്ങനെ ഇവമാരെല്ലാം എടുത്ത് ഞാൻ നേരെ റൂമിലോട്ട് പോയിട്ടോ. റൂമിൽ പോയിട്ട് എനിക്കിത് എവിടെ വെക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ എല്ലാം കൂടെ ജനലിലോട്ട് നേരത്തെ വെച്ചപ്പോഴത്തേനും ഒരു ഭംഗിയില്ല. അങ്ങനെ ഒരു പ്ലാന്റ് ഞാൻ എടുത്ത് താഴെ കൊണ്ടുവന്നു. താഴെ കൊണ്ടുവച്ചു. സംഭവം സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. ഞാൻ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ പെട്ടെന്ന് പോയി കുക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ അടിച്ചതിന് ശേഷം റെഡി. നേരെ നമ്മള് തുടരും മൂവി കാണാൻ വേണ്ടി പോവാണ്. ഞാൻ എപ്പോഴും ലേറ്റ് കമർ ആണ്. ഇന്ന് മൂവിക്ക് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. ഒരു 5 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടുണ്ട്. എനിവേ മൂവി അപ്പോഴത്തേനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങിയിട്ട്. മൂവിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെ അടിപൊളി മൂവിയാണ്. ഞാൻ കരഞ്ഞു പോയി കണ്ടിട്ട് അത്രയ്ക്കും അടിപൊളി മൂവിയായിരുന്നു. എല്ലാവരും പോയി വാച്ച് ചെയ്യുക. അപ്പം ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഗുഡ് നൈറ്റ്.